1568 സ്പെയിനിലെ ഒരു ഇടവക ദേവാലയത്തിൽ ഹുവാൻ പ്രാസ് എന്ന വ്യക്തി വിശുദ്ധ വസ്തുക്കൾ മോഷ്ടിച്ചു. അതിൽ 3 തിരുവോസ്തികളുള്ള ഒരു വെള്ളി കുസ്തോതിയും ഉൾപ്പെട്ടിരുന്നു. പിന്നീട് ഹുവാൻ പ്രാസ് മോഷണ വസ്തുക്കൾ തടിക്കൂമ്പാരത്തിനിടയിൽ ഒളിപ്പിച്ചു വെച്ചു. ആ ദിവസങ്ങളിൽ ഹുവാൻ്റെ വീടിനടുത്തുള്ള വിധവയായ മരിയ തൻ്റെ വീട്ടിലെ ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപാകെ കാണാതെ പോയ ദിവ്യകാരുണ്യം തിരികെ ലഭിക്കുന്നതിനായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥനകൾക്കിടയിൽ ഉണ്ണീശോയുടെ ചൂണ്ടുവിരൽ അയൽവാസിയായ ഹുവാൻ്റെ വീടിന് നേരെ നീട്ടിയിരിക്കുന്നത് അവൾ കണ്ടു. ഈ സമയത്ത് ഏതോ അദൃശ്യ ശക്തിയുടെ പ്രേരണയാൽ എന്ന പോലെ പള്ളി വികാരി ഫാദർ അന്തോണിയോ ഹുവാൻ്റെ കുടിലിലെത്തി തടിക്കൂമ്പാരത്തിൻ്റെ അടിയിൽ നിന്നും തിരുവസ്തുക്കളും വെള്ളിക്കുസ്തോതിയും കണ്ടെടുത്തു. അതിൽ 3 തിരുവോസ്തികൾ അപ്പോഴും ഉണ്ടായിരുന്നു. ഈ അത്ഭുതത്തിൻ്റെയും ഉണ്ണീശോയുടെ പ്രതിമയുടെയും വിവരങ്ങളടങ്ങിയ രേഖകൾ അൽക്കോയിലെ ഹോളി സെപ്പുൾക്കർ ആശ്രമത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. പാപത്തിൽ നിന്ന് ഞങ്ങളെ അനുദിനം വിശുദ്ധീകരിക്കുകയും വിശുദ്ധിയിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ച് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.